ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് തമിഴ്നയിൽ കണ്ടു കാണാം. ഞാനൊരു സഞ്ചിയൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. എന്തിൻ്റെ കവറായത്? മംഗല്യം വെഡ്ഡിങ് പാലസ് അതിൻ്റെ കവറാണ്. ഒരു സഞ്ചി പോലത്തെ ഒരു കവറാണ്. അപ്പോൾ ഇത് ഞാൻ സാധാരണ എല്ലാവരും ബോക്സിലൊക്കെയാണ് അൺബോക്സ് ചെയ്യുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ നാട്ടിൽ പോയിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ ചിറ്റ എനിക്ക് കുറേ സാധനങ്ങൾ, അതായത് പ്യുവർ നല്ല നാച്ചുറൽ സാധനങ്ങൾ, കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത സാധനങ്ങൾ തന്നു വിട്ടു. അപ്പോൾ എനിക്കിത് ഭയങ്കര ഞാൻ വിചാരിച്ചു വെറുതെ ഒരു വീഡിയോ എടുക്കുക. ഞാൻ ഇന്നലെ രാത്രി ഇത് കൊണ്ടുവന്നിട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയില്ല. ഞാൻ കരുതി എനിക്കിത് ഭയങ്കര രസമായിട്ട് തോന്നി. അപ്പം ഞാൻ കരുതി അൺബോക്സിംഗ് ഒന്നും അല്ല, ജസ്റ്റ് ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് കാണിക്കാം. ഇതിനകത്തുള്ളതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഞാനിതിങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ രാത്രിയിലെ എല്ലാം എടുത്ത് കഴിക്കണമെന്ന് വിചാരിച്ചു. പിന്നെ വന്നപ്പോൾ ലേറ്റ് ആയിപ്പോയി. അതുമല്ല, ഞാൻ കരുതി ഒരു വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചു. മുടിയൊക്കെ ഞാൻ കുളിച്ചിട്ട് വന്നതുള്ളതാണ്, ഇങ്ങനെ എരി പഠിച്ച പോലെ ഇരിക്കും. അപ്പം വീഡിയോ എടുക്കാമെന്ന് വെച്ചു. അപ്പം ഞാൻ അതുകൊണ്ട് ഇതൊന്നും അൺബോക്സ് അല്ല, ഞാൻ ഓപ്പൺ ചെയ്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പപ്പയും കൂടെ വിളിച്ചിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ഈ വീഡിയോ എടുക്കാൻ പോയ സമയത്ത് പപ്പ കുളിക്കാൻ കയറി. വെയിറ്റ് ചെയ്യാൻ എനിക്ക് സമയമില്ല, കാരണം എനിക്ക് ഓഫീസിൽ പോകണം. അപ്പോൾ ഇത് തൽക്കാലം ഞാൻ താഴേക്ക്, നല്ല വെയിറ്റ് ഉണ്ട്, ഞാൻ താഴോട്ട് ഇറക്കി വയ്ക്കാം. ആദ്യം നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ കുറേ പേപ്പർ കാണും. വെൽ പാക്ക്ഡ് ആയിട്ട് എല്ലാം അയച്ചു തന്നെയാണ്, തന്നു വിട്ടതാണ്. നമുക്ക് ആദ്യമായിട്ട് സാധനം എടുക്കാം. പപ്പ കുളിച്ചിട്ട് ഇറങ്ങി. പപ്പയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഫണ്ണായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരിക്കും, ക്വിക്കായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. ഞാൻ ജസ്റ്റ് അതൊന്നും എനിക്ക് ഭയങ്കര എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ. അപ്പോൾ ഞാൻ ഇഷ്ടമാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് വഷ്ണയിലയാണോ വയനയിലയാണോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. വയനയിലയാണെന്ന് തോന്നുന്നു. നമ്മൾ ഈ ചക്കയപ്പമൊക്കെ ഉണ്ടാക്കുന്ന വയനയിലയാണ്. വഷ്ണയില എന്നാണോ? ഞാനിങ്ങനെയാണ് പറഞ്ഞിട്ട് വഷ്ണയില. എന്തായാലും കുറേ ഇല തന്നു ഇട്ടിട്ടുണ്ട്. ഇതാണ് ഞാൻ ആദ്യത്തെ കാണിക്കുന്നത്. ഇത് നമ്മളിവിടെ എനിക്ക് തോന്നുന്നു ലുലുന്നൊക്കെയാണ് വാങ്ങിക്കുന്നത്. ഇവിടെ അത് കിട്ടാൻ ഒരു വഴിയില്ല. പക്ഷെ നാട്ടിൽ ഇങ്ങനെ നമ്മൾ പോകുന്ന സമയത്ത് ഇഷ്ടം പോലെ, എൻ്റെ മുടിയൊന്നും ഇട്ടിട്ട് എൻ്റെ പോലെ ഇതെന്താണ്, നാട്ടിൽ നമ്മൾ പോകുന്ന സമയത്ത് ഇതേപോലെ കണ്ണിൽ നിന്നെടുക്കും. ഇതേപോലെ നമുക്ക് കുറേ സാധനങ്ങളൊക്കെ കിട്ടും. അടുത്തായിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത്, അല്ലാതെ ലാസ്റ്റ് എടുക്കണോ എടുക്കാം. അടുത്തായിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വീട്ടിലുണ്ടായ കോവയ്ക്കയാണ്. ഉണ്ടായിട്ടുള്ള കോവയ്ക്കാണ്. എല്ലാം ഭയങ്കര പച്ച കോവയ്ക്കാണ്, കുഞ്ഞു കോവയ്ക്കാണ്. ഈ വീട്ടിലുണ്ടാക്കിയ കോവയ്ക്ക വെച്ച് മെഴുക്കുവരട്ടി കഴിക്കുന്നവർക്കറിയാം, ഭയങ്കര ടേസ്റ്റാണ്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അപ്പം ഞാൻ കാണിച്ചു തരാം. എല്ലാം ഒന്നും എടുക്കാനൊന്നും പറ്റത്തില്ല. കോവയ്ക്ക എനിക്ക് കോവയ്ക്ക കാണുന്നതേ പ്രാന്താണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോവയ്ക്ക. അപ്പം കോവയ്ക്കയാണ്. ഇതുകൊണ്ട് മെഴുക്കുവരട്ടി വയ്ക്കാനായിട്ട് എൻ്റെ കൈ ഇങ്ങനെ തരിക്കുന്നത്. മെഴുക്കുവരട്ടി എന്നാണ് നമ്മളിവിടെയൊക്കെ പറയുന്നത്. ചിലയിടത്ത് വേറെ എന്തൊക്കെയോ പറയും. മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് കോവയ്ക്ക, ഇത് നിറയെ കോവയ്ക്കാണ്. ഇഷ്ടം പോലെ. കുറേയൊക്കെ കൊണ്ടുവരാൻ പറ്റിയില്ല, കുറേയൊക്കെ കൊണ്ടുവന്നു. ഇനി ചിറ്റ വരുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറേ കോവയ്ക്ക, പിന്നെ ഇതിനകത്ത് കുറച്ച് നാരങ്ങ, ഇത് ഞാൻ ഇപ്പോഴാണ് കണ്ടത്. കുറച്ച് നാരങ്ങയും കൂടി ഉണ്ട്. ഇതവിടുത്തെ ആണെന്നൊന്നും ഞാൻ കണ്ടില്ല. കോവയ്ക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലെ കോവയ്ക്ക എന്ന് പറയുമ്പോൾ അതൊരു വേറൊരു ടേസ്റ്റ് ആണല്ലോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് കുറച്ച് പഴുത്തതായിരിക്കും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നം വരും. വീട്ടിലെ കോവയ്ക്ക ആകുമ്പോൾ നല്ല പച്ച കോവയ്ക്കായിരിക്കും, കുഞ്ഞു കോവയ്ക്കായിരിക്കും, ടേസ്റ്റ് ആയിരിക്കും. അടുത്തത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് സാധനം മാങ്ങ. ഇത് പച്ച മാങ്ങയാണ്, എനിക്ക് അച്ചാറിടാൻ തന്നതാണ്. പച്ച മാങ്ങയാണ്. നമുക്ക് നാളെ ഇത് ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് കഴിക്കാം. കാരണം ഇന്ന് കഴിച്ചാൽ എനിക്ക് ഓഫീസിൽ പോകണം, അതുകൊണ്ട് കഴിക്കാൻ പറ്റത്തില്ല. ഇനിയുള്ളത് കുറച്ച് ടഫാണ് കേട്ടോ. ഇത് കഴിക്കാൻ പറ്റുന്നില്ലല്ലോ. അയ്യോ, ഒരു സെക്കൻഡ്. അടുത്തത് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് സാധനം. ഇതെല്ലാം അവിടെ ഉണ്ടായതാണ് കേട്ടോ. ഇതൊന്നും കടയിൽ നിന്നൊന്നും വാങ്ങിച്ചതല്ല, ഇതെല്ലാം അവിടെ ഉണ്ടായതാണ്. അടുത്തായിട്ട് എൻ്റെ ഫേവറേറ്റ് സാധനം, എനിക്ക് സന്തോഷമാണ്. എൻ്റെ ഫേവറേറ്റ് സാധനം പപ്പായ.
ഇത് ആക്ച്വലി പഴുത്ത പപ്പായയാണ്. ഞാൻ കരുതി കുറച്ചും കൂടെ വെക്കാന്ന്, അപ്പം നന്നായിട്ട് പഴുക്കും. നമ്മുടെ ഇവിടെയൊക്കെ കിട്ടുന്ന, ഇവിടെ ഫ്രൂട്ട്സ് ഒക്കെ കിട്ടുന്നിടത്ത് കിട്ടുന്ന പച്ച പപ്പായ ഉണ്ടല്ലോ, മഞ്ഞ പപ്പായ ഉണ്ടല്ലോ, മഞ്ഞ പഴുത്ത പപ്പായ, അതല്ല ഇത് പച്ച പപ്പായാണ്. പക്ഷെ ഇത് പഴുത്താണ്. ഇതുണ്ടോ, ഇത് പഴുത്തയാണ്. ഞാനിപ്പോൾ ഒരു 2 ദിവസം കൂടെ ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചു. പഴുത്ത, ഞാൻ ഇതെല്ലാം പെറുക്കിയാണ് കട്ടിലോട്ട് വെക്കുന്നത്. പഴുത്ത പപ്പായ പപ്പായ അപ്പം അത് കുറച്ചുകൂടെ പഴുത്തിട്ട് കഴിക്കാൻ വെച്ചു. അടുത്തത്, അയ്യോ അത് പണിയിട്ടില്ല. അടുത്തത് എൻ്റെ ഫേവറേറ്റ്, എല്ലാം എൻ്റെ ഫേവറേറ്റ് ആണ്. അത് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഈ കവറിനകത്തുള്ള എല്ലാം എൻ്റെ ഫേവറേറ്റ് ആണ്. ഞാൻ എല്ലാം ഇങ്ങനെ കെട്ടിപ്പൊഞ്ഞ് കൊണ്ടുവരും. അടുത്ത എൻ്റെ ഫേവറേറ്റ് സാധനം, ഫേവറേറ്റ് സാധനം ബോൺവിറ്റ ഇല്ല, ഇതിനകത്ത് ഡബ്ലോളിക്ക അച്ചാറാണ്. ഡബ്ലോളിക്ക എന്നാണ് നമ്മളൊക്കെ പറയാറ്. അവിടെ എന്താണ് പറയുന്നത്, ഓരോ സ്ഥലത്തും ഓരോന്നായിരിക്കും പറയുന്നത്. ഇത് ഡബ്ലോളിക്ക അച്ചാറാണ്. ഇതിനകത്തതാണ് എണ്ണയായി, ഉണ്ടോ, ഇത് ഞാൻ കവറിനകത്ത് ഇങ്ങനെ വെച്ച് ചരിഞ്ഞു പോയി തോന്നുന്നു. എണ്ണയായി ഡബ്ലോളിക്ക അച്ചാർ. ഇത് സ്മെല്ലടിക്കുമ്പോൾ എനിക്കതിൻ്റെ ടേസ്റ്റ് അറിയാം, ഭയങ്കര സ്മെല്ല്. അപ്പോൾ ഇതാണ് അടുത്തത്, ഡബ്ലോളിക്ക അച്ചാർ. സത്യം പറഞ്ഞാൽ വേഗം കാണിച്ചു പോകുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഓഫീസിൽ പോകണം. അപ്പോൾ അതിന് മുന്നേ ഞാൻ കാണിച്ചതാണ്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ദേശീയ തേങ്ങ, നാളികേരം, കോക്കനട്ട്, തേങ്ങ എനിക്ക് 2-3 എണ്ണം തന്നിട്ടുണ്ട്. ഇങ്ങനെ തന്നിട്ടുണ്ട്, ഈ സാധനം വെച്ചാൽ ചീത്തയാകത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ തേങ്ങ പൊട്ടിക്കുന്ന സമയത്ത് ഇത് നമ്മൾ എടുത്തു കളയണം. അപ്പോൾ ഇത് തേങ്ങ എത്ര ആണ് വേണമെങ്കിലും ചീത്തയാതിരുന്നോളൂ എന്നാണ് ചിറ്റയുടെ സൈക്കോളജി. അപ്പം തേങ്ങ ഒരു 2-3 എണ്ണം തന്നിട്ടുണ്ട്. തേങ്ങയുടെ യൂസ് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഞാൻ അധികമൊന്നും തേങ്ങ യൂസ് ചെയ്യാറില്ല, പക്ഷെ ചെയ്യാറുണ്ട്. എനിക്ക് തേങ്ങ ചമ്മന്തിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മീൻകറിയൊക്കെ വയ്ക്കാനായിട്ട്, തോരനൊക്കെ വയ്ക്കാനായിട്ട് ഞാൻ എടുക്കും. അടുത്തത് സത്യം പറഞ്ഞാൽ എന്തിന് യൂസ് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഞാനിത് ഉപ്പിലിടാമെന്ന് വിചാരിക്കുന്നു. ഇതാണ് മുളക്, കാണാൻ പറ്റുന്നുണ്ടോ, മുളകെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മറ്റേ ഈ മുളകിന് എന്തുവാ പറയാൻ എനിക്കറിയത്തില്ല. മുളക് ഇത് ഉപ്പിലിടും നമ്മൾ. പിന്നെ ഇത് നമ്മൾ അച്ചാറിനകത്തൊക്കെ ഇടും. പിന്നെ മീൻകറിക്കകത്തൊക്കെ ഇട്ട ഈ മുളകിൻ്റെ ഒരു കുത്തലുള്ളൊരു ടേസ്റ്റ് ഉണ്ട്, അതെനിക്ക് ഇഷ്ടമാണ്. സ്മെല്ല് ചെയ്ത് നോക്കട്ടെ, നല്ല സ്മെല്ലുണ്ട്. അച്ചാറിനകത്തൊക്കെ ഇടും. പിന്നെ നമ്മൾ ചമ്മന്തിയൊക്കെ വയ്ക്കാനായിട്ട് നല്ലതാണ്. കുറേ മുളകുണ്ട്, നിറച്ച് കുറേ മുളക്. ഇനി ലാസ്റ്റിന് തീർന്നു. ഒരു സാധനം കൂടെ ഉണ്ട്, അത് ഇത്തിരി പാടാണ് കാണിക്കാൻ. അത് കഴിഞ്ഞ ദിവസം സത്യം പറഞ്ഞാൽ ഞാനിത് കണ്ടപ്പം, ഞാനിത് എറണാകുളത്ത് കണ്ടു ഒരു കടയിൽ. അപ്പം ഞാനിങ്ങനെ വാങ്ങിക്കണോ വേണ്ട ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നാക്കാൻ ആരും ഇല്ല ഒന്നാമത്തെ കാര്യം, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം എനിക്ക് ഓഫീസിലൊക്കെ പോകുന്നതുകൊണ്ട് സമയമേ കിട്ടത്തില്ല. പക്ഷെ എനിക്ക് കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിട്ട് ഇങ്ങനെ വാങ്ങിക്കണോ വേണ്ടെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഞാനത് എടുത്തിട്ട് അവിടെ അങ്ങ് വെച്ചിട്ട് വന്നു. പക്ഷെ എനിക്ക് എൻ്റെ ഭാഗ്യം കൊണ്ട് ഇത് കിട്ടി. പക്ഷെ ഇതെടുക്കാൻ എനിക്ക് പാടാണ് കേട്ടോ. ഇതെല്ലാം വെൽ പാക്ഡ് ആയിട്ടാണ് വന്നത്. പേപ്പറൊക്കെ പൊതിഞ്ഞ് നന്നായിട്ട് വെച്ച് നമ്മുടെ ചക്ക, ഇത് കൂഴച്ചക്കയാണ്, പഴുത്തിട്ടില്ല, ഇങ്ങനെ പഴുക്കാനിങ്ങനെ ആവുന്നു. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാണ് ഞാൻ എന്തിനാ ആദ്യത്തെ ഇല കൊണ്ടുവന്നെന്ന്. എനിക്ക് ചക്കയപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ ചാവും. അപ്പോൾ ചക്കയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കൊണ്ടുവന്നത്, ചക്ക. അപ്പം അത് കുറച്ചുകൂടെ പഴുക്കാനുണ്ട്. പഴുത്തിട്ട് ഇത് ക്യാമറ പഴുത്തിട്ട് നമുക്ക് ചക്കയപ്പം ഉണ്ടാക്കാം. അപ്പം ഇത്രയൊക്കെ സാധനങ്ങളാണ് ഞാൻ അവിടെ നിന്ന് കൊണ്ടുപോയി. ഇത് അവിടെ നിന്ന് കൊണ്ടുവരാൻ പെട്ട പാട്, ഞാൻ ട്രെയിനിലാണ് വന്നത്. അപ്പോൾ ഇത് അവിടെ നിന്ന് കൊണ്ടുവരാൻ പെട്ട പാട് ഒരു വലിയൊരു പാടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഞാൻ എന്തായാലും കൊണ്ടുവന്നു. അപ്പോൾ ഇതെല്ലാം ഇനി കഴിക്കണം. ഇതൊക്കെ എങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ കഴിക്കണം. അപ്പോൾ ഇതാണ് ഈ കവറിനകത്ത് ഉണ്ടായിരുന്നത്. ബാക്കിയൊക്കെ ഇനി കല്യാണത്തിന് വരുമ്പോൾ കൊണ്ടുവരാമെന്നാണ് പറഞ്ഞത്. എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുമായിരിക്കും ആരെങ്കിലുമൊക്കെ. അപ്പം ഞാനിതൊക്കെ ഇങ്ങനെ കഴിക്കാനായിട്ട് എക്സൈറ്റഡ് ആയിട്ടിരിക്കുവാണ്. അച്ചാറിൻ്റെ ഇത് പോന്നു, എണ്ണ പോന്നു. അപ്പം ഞാൻ പപ്പയും കൂടെ വിളിച്ച് വീഡിയോ എടുക്കാൻ നിർത്തി. കാരണം പപ്പ കണ്ടില്ല എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്ന്. അപ്പം ഞാൻ ഇന്നലെ പെട്ടെന്ന് രാത്രി വന്നിട്ട് ഇതെല്ലാം
ഞാനെടുത്തങ്ങ് അടുക്കള കൊണ്ടുവച്ചു. എന്നിട്ട് ഞാൻ കരുതി ഇന്ന് രാവിലെ ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുക്കാം, വീഡിയോ എടുത്താൽ രസമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ ഇത്രയൊക്കെയാണ്. ചക്ക എനിക്ക് ചക്കയപ്പം ഉണ്ടാക്കി കഴിക്കാനാണ്. അച്ചാറ് കഴിക്കണം, പപ്പായ പഴുപ്പിച്ച് കഴിക്കണം, മാങ്ങ അച്ചാറിടണം, പിന്നെ എന്താണ് കോവയ്ക്ക മെഴുക്കുരട്ടി വയ്ക്കണം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഇഷ്ടങ്ങൾ എന്നൊക്കെ പറയുന്നത്. നമുക്കിതെല്ലാം തിരിച്ചു വയ്ക്കാം. പപ്പയൊന്ന് കാണിക്കാം. എൻ്റെ ഫോൺ ഇടയ്ക്ക് കട്ടായിപ്പോയി, അതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് സേഫായിട്ട് എവിടെയെങ്കിലും വെക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ആക്രാന്തം കൊണ്ട്. കാരണം ഇവിടെ ഇങ്ങനെ ഇതൊക്കെ നമ്മളുടെ ഫ്രഷ് സാധനങ്ങളൊക്കെ ഇവിടെ അങ്ങനെ കിട്ടൂലല്ലോ. അപ്പോൾ ഇപ്പോൾ വരുന്ന വെജിറ്റബിൾസ് ആയാലും ഫ്രൂട്ട്സ് ആണെങ്കിലും അറിയാലോ നമുക്ക്. അപ്പോൾ ഇങ്ങനെ ഫ്രഷ് സാധനങ്ങൾ കിട്ടുമ്പോൾ എനിക്കൊരു പണ്ടേ ഒരു ആക്രാന്തമുള്ളതാണ്. അപ്പം അതാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. എൻ്റെ ഫോണിന് എന്തോ ഒരു പ്രോബ്ലം. അതാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അപ്പോൾ ടാറ്റാ, ബൈ.